ദേശീയ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് പോളിയോ തുള്ളിമരുന്ന് കുട്ടികൾക്ക് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും MLA പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുൾപ്പെടെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 5 വയസ്സുവരെ പ്രായമുള്ള 53,813 കുട്ടികളാണുള്ളത്. പരിപാടിയുടെ പ്രചരണത്തിനായി ബാനറുകൾ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ എന്നിവയ്ക്ക് പുറമെ ഭവന സന്ദർശനവും നടത്തും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം തൊടുപുഴ ജില്ലാ ആശുപത്രിയിലാണ് സംഘടിപ്പിച്ചത്. പോളിയോ നിർമ്മാർജ്ജന പ്രക്രിയയിൽ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ടെന്നും ആരോഗ്യം അടിസ്ഥാന ആവശ്യമായി മാറേണ്ടതുണ്ടെന്നും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ഗവൺമെന്റ് ചീഫ് വിപ്പും തൊടുപുഴ MLAയുമായ അബു ജോൺ ജോസഫ് പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു ജനത ആ രാജ്യത്തിന്റെ പൊതുവായുള്ള വികസനത്തിന്റെ തോത് വിളിച്ചറിയിക്കുന്നത് ആ രാജ്യത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യ സ്ഥിതി കൂടിയാണ്. കേരള മോഡൽ എന്ന് നമ്മൾ വർഷങ്ങളോളം അഭിമാനിച്ചിരുന്ന ഒരു സ്ഥിതി ഈ സംസ്ഥാനത്തുണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒക്കെ കൂടെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ നിന്നും എത്തിയ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരുൺ ഘോഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ്, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ഹരിപ്രസാദ്, തൊടുപുഴ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി P, പുറപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ ശ്രീധർ, വാർഡ് കൌൺസിലർ ഷാഹുൽ ഹമീദ, ജില്ലാ MCH ഓഫീസർ ഗായത്രി VK, ആരോഗ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ.